അനുഗ്രഹിക്കും. ഈ ലോകത്തുള്ള ഏത് മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അധ്വാനിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഓരോരോ മേഖലയിൽ അധ്വാനിക്കുന്നവരാണ്. നമ്മൾ ഓർക്കും വീട്ടിലിരിക്കുന്ന ഒരു കുടുംബനാഥ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, ഈ വീട്ടമ്മ ഒരു പക്ഷേ പുറമേ ജോലിക്ക് പോയില്ല എങ്കിലും നമുക്കറിയാം ഒരു കുടുംബനാഥയ്ക്ക് ആ വീടിനുള്ളിൽ തന്നെ എന്തുണ്ട്? അനേകം അധ്വാനമുണ്ട്. അങ്ങനെ ഏതൊരു വ്യക്തിയും നമ്മൾ എടുത്തു നോക്കിയാലും, ഇനി നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോകുന്ന ഒരു യുവാവിനെയും യുവതിയെ നോക്കുകയാണ്, പഠന മേഖല എന്ന് പറയുന്നതും അതും ഒരു അധ്വാനമാണ്. കൃഷി ചെയ്യുന്നത് ഒരു അധ്വാനമാണ്. ബിസിനസ് ചെയ്യുന്ന അനേകം ദൈവമക്കളുണ്ട്, അത് അധ്വാനമാണ്. തൊഴിൽ മേഖല അല്ലെങ്കിൽ ജോലി മേഖല, ഉദ്യോഗ മേഖല, ഇതെല്ലാം അധ്വാനത്തിൻ്റെ മേഖലകളാണ്. ഈ ആത്മീയ മേഖലയിലാണെങ്കിൽ അതും ഒരു അധ്വാന മേഖലയാണ്. അതായത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അധ്വാനിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അധ്വാന മേഖലകളെ, അതായത് ദൈവം എനിക്ക് നിങ്ങൾക്കും വ്യത്യസ്തങ്ങളായ അധ്വാന മേഖലകളാണ്. ഇപ്പം നമ്മുടെ ഓരോ വ്യക്തിയുടെയും അധ്വാന മേഖലകളെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കേണ്ടത്? അനുഗ്രഹിക്കണമേ എന്നാണ്. നമുക്കറിയാം, നമ്മൾ മെയിൻ റോഡിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയം പ്രദേശം രാവിലെ ഒരു 7 മണി, 7:30, 8 മണി, 8:00 കൂടെ നമുക്കറിയാം റോഡുകളിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്നവരുടെ ഒരു തിരക്കാണ്. നീ ജോലി കഴിഞ്ഞ് വൈകിട്ട് 4 മണി, 5 മണി, 6 മണിക്ക് നമുക്കറിയാം റോഡുകളിൽ വലിയ തിരക്ക്. ജോലി കഴിയുമ്പോൾ മടങ്ങി വരാനുള്ള ഒരു തിരക്കാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ മനുഷ്യനും അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ അധ്വാന മേഖലയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്നാണ് പറയുക. വചനം വ്യക്തമായി നമ്മോട് പറയുന്നത് നിയമാവർത്തന പുസ്തകമാണ്. പ്രിയമുള്ള നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം വെച്ച് നമ്മൾ ഈ ദിവസമൊക്കെ പ്രാർത്ഥിക്കണം. ജീവിതത്തിന് അധ്വാന മേഖല ഉയർന്നു വരുന്നില്ല എങ്കിൽ, ജീവിതത്തിന് അധ്വാന മേഖല കർത്താവായ ദൈവം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം വെച്ച് നമ്മൾ കൂടെ പ്രാർത്ഥിക്കണം. നമ്മൾ ചിലരെ വിചാരിക്കും വിദേശത്ത് എത്തി കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനങ്ങൾ വളരെ വേഗം ഉയർന്നു വരും, നമ്മുടെ ഈ സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറിപ്പോകും. വിദേശങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തികൾ കണ്ണുനീരോടെ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന നിയോഗമാണ്, അച്ഛാ വിദേശത്ത് വന്നിട്ട് 14 വർഷം, വിദേശത്ത് വന്നിട്ട് 17 വർഷം, വിദേശ രാജ്യത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട് 9-10 വർഷമായി. എന്നാൽ ഇന്നും 40-80 ലക്ഷം ഇവിടെ കടബാധ്യതയാണ്. അതായത് മറ്റു രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ചിട്ടും അധ്വാന മേഖല ഉയർന്നു വരാൻ സാധിക്കാതെ വിഷമിക്കുന്ന 1-2 കുടുംബങ്ങളോ വ്യക്തികളല്ല നമ്മളറിയണം. ഈ മേഖല അനേക ആയിരങ്ങളുണ്ട്. അതിന് വിദേശത്ത് ചെന്നിട്ട് അനുഗ്രഹമായി അധ്വാന മേഖല അനുഗ്രഹമായി മാറാത്ത വ്യക്തികൾ. ഈ എന്തെങ്കിലും സ്വദേശത്തുള്ള അധ്വാന മേഖലയാണ്, നമ്മുടെ കാർഷിക മേഖലയാണ്. അനേക ദൈവമക്കൾ കണ്ണുനീരോട് പറയുന്നുണ്ട്, അച്ഛാ പല കൃഷി, നീ പല കൃഷികൾ പല രീതിയിൽ മാറി ചെയ്തു നോക്കി, ഇതുവരെയും എൻ്റെ കാർഷിക മേഖലയിലൂടെ സാമ്പത്തികമായി ഉയർച്ച വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ലഭിച്ചിട്ടില്ല. താമര കുട്ടികളെ ധ്യാനം നടക്കുന്ന സമയം, അല്ലെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളെ കുട്ടികളൊക്കെ അവരനേകർ പറയുന്ന ഒരു പ്രാർത്ഥന നിയോഗമാണ്, നീ പപ്പയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ അല്ലെങ്കിൽ ജോലി മേഖല, ആ തൊഴിൽ, ആ ബിസിനസ് മേഖല, ഞങ്ങളുടെ കൃഷി മേഖല അച്ഛൻ ഉയർന്നു വരാൻ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മളാരും പുറമേ പറഞ്ഞില്ല എങ്കിലും ഈ നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന വലിയൊരു വേദനയാണ്, നമ്മുടെ അധ്വാന മേഖല എന്തായി മാറണം, ഉയർന്നു വരണം. നമ്മളാരും ആ മേഖലയിൽ പരാജയപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാം ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന അധ്വാന മേഖലകൾ, ഇതെല്ലാം ഒന്ന് ഉയർന്നു വരാൻ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നമ്മളെല്ലാം ഇതിനു വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു 100-90% ചിന്തകൾ കിടക്കുന്നത് തൻ്റെ അധ്വാന മേഖലയാണ്. നിയമാവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാം വചനം, അവിടെ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഈ കുരിശ് കിടക്കുന്ന ദൈവം ആരുടെ ദൈവമാണ്? നമ്മുടെ ദൈവമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. അതായത് ദൈവമായ കർത്താവിനറിയാം ഒരു വ്യക്തിക്ക് നിരവധിയായ ജീവിതത്തിന്റെ മേഖലയിൽ എന്തുണ്ട്? അധ്വാനമുണ്ട് എന്ന്. അതുകൊണ്ട് ആ വചനം പറയുക, നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം പറയുക, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ, അതായത് വചനത്തിന്റെ ഓരോ വാക്ക് പ്രാധാന്യം അറിയിക്കുന്ന വാക്കാണ്. നീ ദൈവമായ കർത്താവിനെ കുറിച്ച് വചനം പറയുക, ഇത് നിങ്ങളുടെ ദൈവം എന്നാണ്. ഇപ്പൊ നിങ്ങളുടെ ദൈവമായ കർത്താവ്, നീ മറ്റുള്ളവരുടെ അധ്വാനങ്ങളെ എന്നല്ല വചനം പറയുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ആരുടെ അധ്വാനങ്ങളെയാണ്?
നിങ്ങളുടെ അധ്വാനങ്ങളെ, അതായത് നമ്മുടെ ഓരോ വ്യക്തിയുടെ അധ്വാനങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ അധ്വാനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ ഓരോരോ വ്യത്യസ്തങ്ങളായ അധ്വാന മേഖലകളെ, ഇതിനെല്ലാം ഒന്ന് ദൈവമായ കർത്താവിന് കാണിച്ചു വെച്ച് കരമയ്യത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം നീ നമ്മൾ ഈ സമയം കേൾക്കുമ്പോൾ ഈ വചന ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെക്കണം. ജീവിതത്തിൻ്റെ അധ്വാന മേഖലയിൽ നീ ഇതുവരെയും ഉയർന്നു വരാൻ സാധിക്കാതെ ജീവിതം ചെയ്യുന്ന അധ്വാനങ്ങളെല്ലാം പാഴായി പോകുന്നുവെങ്കിൽ, ചെയ്യുന്ന അധ്വാനമെല്ലാം പരാജയമായി മാറുന്നുവെങ്കിൽ, നീ എങ്ങനെ അധ്വാനിച്ച് ശരീരം തീർന്നു പോകുന്നതല്ലാതെ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ, സാമ്പത്തികമായി അധ്വാന മേഖല ഉയർന്നു വരുന്നില്ല എങ്കിൽ, ഈ നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വചനത്തിന്റെ ആദ്യ ഭാഗം നീ വീണ്ടും വീണ്ടും മനസ്സ് ഉരുപ്പെട്ട് പ്രാർത്ഥിക്കണം. ആ വചനം പറയുക, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഈ ദൈവമാരാണ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഉയർത്തുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ അധ്വാന മേഖലകൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ തൊഴിൽ മേഖല, ഉദ്യോഗ മേഖല, ഇതെല്ലാം ഒരു അനുഗ്രഹമായി മാറുന്നില്ല എങ്കിൽ ഈ വചനം വീണ്ടും വീണ്ടും ഒരുപെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് അനേകര്, നമുക്കറിയാം, ഒരുപാട് മേഖല, ജോലി മേഖലയൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ പത്രത്തിൽ പല പല വാർത്തകൾ കേൾക്കാറുണ്ട്. മാനസികമായി സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ചില വ്യക്തികളൊക്കെ ഈ ലോകത്തോട് വിട പറയുക. ആ ചിന്ത പോലും പാപമാണ്. ദൈവം നൽകിയ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും ഒരു തൊഴിൽ മേഖലയിലോ, ജോലി മേഖലയിലോ, അല്ലെങ്കിൽ ബിസിനസ്സിന്റെ മേഖലയിലോ, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയൊക്കെ പരാജയപ്പെടുമ്പോൾ, ഈ അധ്വാനങ്ങൾ വിജയമായി മാറാതെ പോകുമ്പോൾ, നീ ആ മേഖല ഉയർന്നു വരാതിരിക്കുമ്പോൾ, ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കണം, തീർന്നു കിട്ടണം, ഈ ചിന്ത പോലും പൈശാചിക ചിന്തയാണ്. അപ്പൊ ഈ ചിന്തകൾ പൈശാചികമാണ്. നമ്മുടെ അധ്വാന മേഖല ഇന്ന് പരാജയമാണ് എങ്കിൽ ഈ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ അധ്വാന മേഖല ദൈവമായ കർത്താവ് എന്താക്കി മാറ്റും? അനുഗ്രഹമായി മാറ്റും. ധ്യാനം കൂടുന്ന സമയം 58 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ്. ഈ 58 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയത് ഓരോരോ രീതി കൃഷി ചെയ്ത്, നീ ഓരോരോ രീതി മാറി മാറി ബിസിനസ് ചെയ്ത്, അങ്ങനെ തൊഴിൽ ചെയ്ത്, നീ അതൊന്നും വിജയമായി മാറിയില്ല, നീ അതൊന്നും അനുഗ്രഹമായി മാറിയില്ല. നീ ചെയ്യുന്ന അധ്വാനം മുഴുവനും എന്തായി മാറി? പരാജയമായി മാറി. ഇങ്ങനെ ജോലി ചെയ്ത് അല്ലെങ്കിൽ പല പല തൊഴിൽ ചെയ്ത്, നീ പല പല ബിസിനസ്, പല പല കൃഷി, നീ എന്തെങ്കിലും മാറി മാറി ചെയ്ത് പരാജയമായിട്ട് മാറിയാണ് ഈ 58 ലക്ഷയുടെ കടബാധ്യതയിലേക്ക് ഈ വ്യക്തിയും കുടുംബവും ചെന്ന് പതിക്കുക. 58 ലക്ഷയുടെ കടബാധ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം 1 കോടി രൂപയിലധികം കടബാധ്യത. മാനുഷികമായി ഇത് വീട്ടാൻ യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥ. ഈ സമയമാണ് ഈ കടബാധ്യതയുമായി താവർമാതാവിന്റെ മാധ്യസ്ഥേടി കണ്ണുനീരോടെ ഈ കുരിശും കിടക്കുന്ന ഈശോയെ വിളിച്ച്, ദൈവമേ, ഈശോയെ ഈ കടബാധ്യത മേഖലയെ, സാമ്പത്തിക മേഖലയെ ഒന്ന് അനുഗ്രഹമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ കുടുംബനാഥൻ കണ്ണുനീരോടെ തന്റെ അധ്വാനമെല്ലാം പരാജയപ്പെട്ടു പോയി, ഈ മേഖല ഉയർന്നു വരുന്നില്ല, ഭീമമായി കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമയം നൽകിയ ദൈവികമായ സന്ദേശം ഇതായിരുന്നു: ഈ ബാധ്യത മാറിക്കിട്ടാൻ, ഈ സാമ്പത്തികമായി ഉയർച്ച കിട്ടാൻ, ഈ കടബാധ്യത മാറാൻ വേണ്ടി നീ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥയുടെ 16 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ദൈവം എന്തുമാത്രം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നീ നമ്മളൊന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നീ ദൈവമായ കർത്താവ് നമ്മെ എന്ത് ചെയ്യും? നമ്മുടെ അധ്വാന മേഖല എന്ത് ചെയ്യും? അനുഗ്രഹമായി മാറ്റും. ഈ 58 ലക്ഷയുടെ കടബാധ്യത മാറാൻ വേണ്ടി ദൈവാത്മ നൽകുന്ന സന്ദേശമാണ് ഈ 16 ദിവസം ജപമാലയിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കുക. ജപമാലയിൽ പ്രാർത്ഥിച്ചാൽ, നീ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവ് രണ്ടാമത് നൽകിയ ദൈവികമായ സന്ദേശമായിരുന്നു: 16 മാസം കൊണ്ട് ഈ കടബാധ്യത മാറിപ്പോ. പ്രിയമുള്ള, ജപമാലയിൽ പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന മേഖലയിൽ ദൈവത്തിന് ഏത് കാര്യങ്ങളും സാധ്യമാണ്. നീ ജപമാലയിൽ പ്രാർത്ഥിച്ചു. നീ കൃത്യം 16-ാമത്തെ മാസം പ്രിയമുള്ള പല വ്യക്തികളിൽ നിന്ന് പല വഴിയിലൂടെ സമ്പത്ത് വന്നു ചേരുകയും ഈ ഭീമമായ കടബാധ്യത മുഴുവൻ മാറി നീ കഴിഞ്ഞ ആഴ്ച മുതാമ്പോ നീ സ്റ്റേജിൽ വന്ന് ദൈവമായ കർത്താവിന് മഹത്വം കൊടുത്ത് സാക്ഷ്യം പറയുകയുണ്ടായി. ഇപ്പൊ നമ്മുടെ അധ്വാന മേഖലകൾ കർത്താവ് അനുഗ്രഹിക്കും എന്ന് വചനം വായിക്കുമ്പോൾ തന്നെ ജീവിതങ്ങളുടെ നൊമ്പരങ്ങളെ വചനം വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഒരു മനുഷ്യന്
ഈ ലോകത്ത് നമുക്ക് ആയുസ് ദൈവം നൽകിയിരിക്കുന്നത് വചനം പറയുക ഏറിയൽ 70 അല്ലെങ്കിൽ 80 വർഷമെന്നാണ്. എന്നാൽ ഈ വചനം തുറന്നു പറയുന്നുണ്ട്. അതിന് നമ്മുടെ ചിന്തകളെയാണ് വചനം പറയുക. അതായത് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നീ പലരുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ്. ചിലരത് വിളിച്ചു പറയാറുണ്ട് കേട്ടോ. നീ അത് പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞില്ല എങ്കിലും നീ വീടുകളിലൊക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ്, നീ എന്നും അധ്വാനമാണ്, എന്നും ഈ പണി തന്നെയാണ്, എന്നും ഈ ജോലി തന്നെ ഞാൻ മടുത്തു. നീ ചെന്നുപോലും ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ മേഖലയിലുള്ള വേദന, നീ എന്നും ഈ രാവിലെ എഴുന്നേൽക്കുന്നു, നീ അത് കഴിഞ്ഞ് അധ്വാനിക്കുന്നു, നീ അധ്വാനത്തെ കുറിച്ചുള്ള നമ്മുടെ വേദനയെ കുറിച്ച് നീ അതെല്ലാം വചനം അറിയുന്നു. അതുകൊണ്ട് വചനം ഇപ്രകാരമാണ് പറയുക. 90-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വചനം നമ്മുടെ അനേകരുടെ കണ്ണുനീരിനെ കുറിച്ചാണ് വചനം പറയുക. ഈ 90-ാം സങ്കീർത്തനം 10-ാം വചനം പറയുക, ഞങ്ങളുടെ ആയുഷ്കാലം, അതായത് ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 വർഷമാണ്. നീ അത് കഴിഞ്ഞ് വചനം പറയുന്നു ഏറിയാൽ 80. നീ 90-100 വയസ്സൊക്കെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ. നീ അത് കഴിഞ്ഞ് വചനം പറയുക, നീ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എന്ന് പറയുക 70 വർഷമാണ്, ഏറെ 80. എന്നിട്ട് ആ കാലം അത്രയും എന്ന് പറയുമ്പോൾ ഈ 70-80 വർഷം വചനം പറയുന്നു, ഈ കാലം അത്രയും ജീവിതം എങ്ങനെയാണ്? അധ്വാനവും ദുരിതവുമാണ്. നീ അത് കഴിഞ്ഞ് വചനം പറയുന്നു, അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അതായത് ഒരു 70 വയസ്സുള്ള വ്യക്തി ഒരു 80 വയസ്സ് കഴിഞ്ഞ വ്യക്തികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചെറുപ്പം മുതലേ ഓർമ്മ വെച്ച നാൾ മുതലേ എന്താണ്? അധ്വാനമാണ്. അതായത് ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നു. എത്രയും കുടുംബങ്ങൾ വിളിച്ചു പറയുന്ന വാക്കായത്, നീ ഓർമ്മ വെച്ച നാൾ മുതൽ അധ്വാനമാണ്. നീ ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ വീട്ടിൽ കയറി വന്ന ദിവസം മുതലേ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയുടെ നാൾ മുതലേ, ഓർമ്മ വെച്ച നാൾ മുതലേ നീ എന്നും ഈ പണി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നും ഈ ജോലി മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലം മുഴുവനും അധ്വാനവും ദുരിതമാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഈ അധ്വാനത്തെ ഓർത്ത് വിഷമിച്ച് കഴിയുന്ന, ജീവിതത്തിൽ നൊമ്പരപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയിലേക്ക് ഈശോ ഒന്ന് വരാൻ വേണ്ടി നീ കണ്ണുനീരിനെ കർത്താവ് ഒപ്പിയെടുക്കാൻ വേണ്ടി കരപുയ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതകാലം മുഴുവനും ഈ നമ്മുടെ അധ്വാന മേഖലയെ, നമ്മുടെ ഈ ദുരിത മേഖലയെ ആര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ട്.